ഹലോ ഫ്രണ്ട്സ്, സച്ചിയുടെ വിതരണം ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി വക്കീലിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. സാറേ, എനിക്കാണ് അല്ല വക്കീല് അല്ല ഡൈവോഴ്സ് വേണ്ടത്, എൻ്റെ മകനാണ്. എൻ്റെ മകൻ കല്യാണം കഴിച്ച് 2 വർഷമായിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പം ഈ 2 വർഷത്തിനാണെങ്കിൽ മരുമോളായിട്ട് നിന്ന് അവൾ ഭയങ്കരമായിട്ട് ഉടായ്പ കാണിക്കുന്നുണ്ട്. അവൾ ഭയങ്കര ചതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ. കാരണം ഞങ്ങൾ ഓരോ പരിപാടി കാണിച്ചിട്ടുണ്ട്. ആദ്യമാണെന്നുണ്ടെങ്കിൽ അവൾ ഒരു 50,000 രൂപ ഒരാൾ എൻ്റെ മോനിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയി. ആ തട്ടിയെടുത്തുകൊണ്ട് പോയ ക്യാഷ് തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ആ ക്യാഷ് എടുത്ത് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷോറൂം തുടങ്ങുകയും കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പം ഞങ്ങളെ കാണിക്കുകയും ചെയ്തില്ല. അത് എൻ്റെ കെട്ടിയവൻ്റെ ക്യാഷാണ് 50,000 രൂപ. അത് ദുർവിനിയോഗം ചെയ്തു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ അപ്പൻ മലേഷ്യയിലാണെന്ന് പറഞ്ഞു കളിപ്പിച്ചു. അവർ അപ്പൻ അവിടെയാണ്, വലിയ പണക്കാരനാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞാണ് കല്യാണമൊക്കെ നടത്തിയത്. പക്ഷെ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായ അവൾ ഒരു വകയില്ലാത്തൊരു കുടുംബത്തിലെ ഒരു പെണ്ണാണെന്ന് മനസ്സിലായ സാറേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ആണോ, ശരി, ഇതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് ഡൈവേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ ഇത് സമ്മതിക്കണം. താനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബമോ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെല്ലാ ബന്ധുക്കളും അപ്പനും അമ്മയൊക്കെ ആയിരിക്കും. പക്ഷേ മകനാണ് കിട്ടിയത്, മകൻ സമ്മതിക്കണം. മകനാണ് പോയി കോടതിയിൽ പോയി പറയേണ്ടത്, സാറേ എനിക്ക് ഇന്ന പെണ്ണിനെ വേണ്ട എന്ന് പറയേണ്ട ഒരു സാഹചര്യം വരുന്നത് മകനാണ് പറയേണ്ടത്. മകൻ പറയാതെ നിങ്ങൾക്ക് ഒരു അവകാശമില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, ആണോ മകനാണ് പറയേണ്ടത്? നിങ്ങൾക്ക് അതിൻ്റെ അത് യാതൊരു അധികാരവും ഇല്ല. കാരണം ഞാൻ മകൻ കെട്ടി അവൻ നാളെ നിങ്ങളിപ്പം മരുമകളെ വേണ്ട, ഇന്ന പെണ്ണിനെ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും നാളെ അവൻ കോടതി കയറി പറയുക എനിക്ക് അവളെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കേസ് മുമ്പോട്ടോട്ട് പോയത് യാതൊരു അർത്ഥവും ഇല്ലാതാകുമെന്ന് പറഞ്ഞു. ശരിയല്ലേ? ശരി സാറേ, എന്താണ് ഞാനത് എൻ്റെ മകനോട് സംസാരിക്കുക. അവളെ വേണ്ട സാറേ, നമുക്ക് വേറൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. അവൾ ഓരോ ദിവസവും ഓരോ ഇനി എന്തൊക്കെ ചതിയാണ് കാഴ്ചവെച്ചേക്കുന്നത്, ഇനി എന്തൊക്കെ ചതിയാണ് അവളുടെ മനസ്സിലുള്ളതെന്ന് നമുക്കറിയത്തില്ലോ. അതുകൊണ്ട് നമ്മൾ അവളെ വേണ്ട സാറേ, നമുക്ക് അവളെ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക്, എന്തായാലും നാളെ മകനോട് സംസാരിച്ച് മകന് പൂർണ്ണ സമ്മതമാണെന്നുണ്ടെങ്കിൽ പോര്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയാണ്. ശരി സാറേ, ഞാൻ മകനുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് വരാം എന്നുള്ളത് പറയാണ്. അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ സച്ചിൻ നേരെ അടുക്കളയിൽ ഓടിച്ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ രേവതി അവിടെ നിന്ന് രേവതിയെ കാണുമ്പോഴത്തേക്ക് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് സച്ചിയേട്ടാ ഇതെന്നാ കാണിക്കുന്നത്, ഇതൊരു ആൾക്കാരെല്ലാം കാണുമെന്ന് പറയുമ്പോഴത്തേക്ക്, ഞാൻ എൻ്റെ ഭാര്യ കെട്ടിപ്പിടിക്കുന്നു, അതിന് മറ്റുള്ളവർ കണ്ടാൽ എന്നെ കുഴപ്പം എന്ന് പറയുമ്പോഴത്തേക്ക്, സച്ചിയേട്ടാ ഇതൊരു കൂട്ടുകുടുംബം കേട്ടോ. ഈ കൂട്ടുകുടുംബത്തിൽ എല്ലാവരും നോക്കി നിൽക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ കാണിക്കുന്നത് മോശമല്ല. നമുക്ക് പ്രൈവസി ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ റൂമിൽ അത് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ പറയുകയാണ്. കെട്ടിപ്പിടിക്കുകയോ ഉമ്മോ ഒക്കെ എന്തുകൊണ്ടും ചെയ്യാമെന്നുള്ള അതൊന്നുമില്ല, എനിക്ക് എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കണം തോന്നുമ്പോൾ ഞാൻ കെട്ടിപ്പിടിക്കുമെന്നാണ്. സച്ചിയേട്ടാ അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് കുതിരയെ മാറി ഓടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിന്നിട്ട് പറയാം, സച്ചേട്ടാ എന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്നാ കാര്യം? അല്ല സച്ചേട്ടൻ, ഞാനിന്ന് വീട്ടിൽ പോയായിരുന്നു പറയാം. വീട്ടിൽ പോയിരുന്നു എന്തിന്? അല്ല ഞാൻ ദേവുവിനെ ഇടയ്ക്ക് കണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്, ദേവുവിനെ കണ്ടായിരുന്നു. സച്ചേട്ടൻ സച്ചി പറയാം, ഞാനും കണ്ടായിരുന്നു. പക്ഷേ അവൾ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ ആവശ്യമാണ്, അതുകൊണ്ട് വന്നുകൊണ്ട് ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയത് എന്ന് പറയുമ്പോഴത്തേക്ക്, സച്ചേട്ടാ അവൾക്ക് ചെറിയൊരു കാര്യം, അവളുടെ ഒരു കാര്യം കണ്ടതുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറഞ്ഞു. എന്നെ കാര്യം എന്നാന്ന് ചോദിക്കുക. അല്ല സച്ചേട്ടാ, അവളെ ഒരാൾ ഡ്രോപ്പ് ചെയ്യുന്നത് കണ്ടായിരുന്നു, ബൈക്കിൽ ഡ്രോപ്പ് ചെയ്യുന്നത് കണ്ടായിരുന്നു. അപ്പം അത് അല്ല പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് ഞാനത് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവളോട് കാര്യം സംസാരിച്ചപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു അവൾക്കൊരു ആളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ, ഇഷ്ടമായതുകൊണ്ട് നമുക്ക് അവളെ കെട്ടിച്ച് കൊടുക്കണമെന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞത്. ഇഷ്ടമാണെന്നോ? അങ്ങനെ പറ്റത്തില്ല, നടക്കത്തില്ലെന്ന് പറയാം. എന്താ സച്ചേട്ടൻ ഇങ്ങനെ പറയുന്നത്? സച്ചേട്ടൻ ഒരാളെ ആത്മാർത്ഥ സ്നേഹിക്കുക, നമ്മുടെ ദൈവന് കളിപ്പൊന്നും പറ്റത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല രേവതി, അവൾ അവൾക്ക് കബളിപ്പ് പറ്റുമോ ഇല്ലെന്നൊന്ന് അവൾക്ക് പറയാൻ പറ്റത്തില്ല. ആണുങ്ങൾ പല രീതിയിലുള്ള സ്വഭാവം കാണിക്കും. അതുകൊണ്ട് നമ്മൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കരുത്. അവളെ പ്രേമം അണ്ണാങ്കട്ടയൊക്കെ മാറ്റിവിട്, അതൊന്നും വേണ്ട, നമുക്ക് നല്ലൊരു ആലോചന കൊടുക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, അത് സച്ചേട്ട വേണ്ട, കാരണം അവൾക്ക് ഇഷ്ടത്തിനനുസരിച്ചില്ല. നീ എന്തേ പറയുന്നത്? നമ്മുടെ അശോകനങ്ങളുടെ മകളില്ലേ, ആ കൊച്ചിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ പ്രണയത്തിൽ ഒരാൾ അവളെ കളിപ്പിക്കുകയൊക്കെ ചെയ്ത്, അതുകൊണ്ട് അവളെ പിന്നീട് ആ ഒരു ആഘാതത്തിൽ നിന്ന് മാറി വരാൻ ഭയങ്കര പാടുപെട്ട്, അതുകൊണ്ട് അവൾക്ക് അവധിയിൽ നിന്ന് മാറി വന്നിട്ടാണ് ഇപ്പോൾ ഒരു ഫെബിൻ നല്ലൊരു ചെറുക്കനായതുകൊണ്ടാണ് അവനെ കെട്ടിച്ച് വിളിച്ചെന്ന് പറയാം.
സച്ചേട്ടൻ അതുപോലെ എല്ലായിടത്തും നടക്കത്തില്ല. സച്ചേട്ടൻ ഇങ്ങനെ സ്വഭാവം കാണിക്കില്ലേ. സച്ചേട്ടനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പേയും വേറെ പല അതായത് വണ്ടി കയറുന്ന കാമിതാക്കളുടെ ചേട്ടന് ഇഷ്ടമില്ല അതായതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തതൊന്നുമില്ല. വണ്ടിക്കകത്ത് കയറിയിരുന്ന് തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല എന്നൊക്കെ എഴുതി പറയാണ്. അങ്ങനെയാണോ? അതെ, അങ്ങനെ തന്നെ. ഞാൻ അല്ലാതെ ആ ഒരു പ്രണയത്തിന് ഞാൻ എതിരെ നിന്നിട്ടില്ല. പിന്നെ രേവതിയുടെ അല്ല ദേവുവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി കെയറിങ് ഉണ്ട് എന്ന് പറയുമ്പോൾ സച്ചേട്ടാ അവൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല, അവൾ അങ്ങനെ അറിയാതെയും നോക്കാതെയും ഇറങ്ങി തിരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കല്യാണം നടത്താൻ ഞാനായിരിക്കും. അവളുടെ ആങ്ങളെ എന്നല്ല, അല്ല അവളുടെ ചേട്ടൻ എന്നുള്ള രീതിയിലല്ല, അവളുടെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി കൊടുക്കും. അതുകൊണ്ട് വേറൊന്നും നീ തീരുമാനിക്കേണ്ട, വേറെ ആർക്കും ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്, ഞാൻ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചേട്ടനെ സമ്മതിക്കണം, സച്ചേട്ടൻ എന്നാ സ്നേഹമാ എന്നൊക്കെ ചോദിക്കുക. അതൊന്നുമല്ല, എനിക്ക് എൻ്റെ അനിയത്തിക്കുട്ടീൻ്റെ കല്യാണം നടത്തണ്ടേ എന്നുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് സച്ചി മാറിപ്പോവാണ്. രേവതി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്ത് നല്ലൊരു ഭർത്താവിനെയാണ് തനിക്ക് കിട്ടിയേക്കുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ ഭാമ ഞെട്ടി എഴുന്നേക്കാണ്. അതായത് ശ്രുതി കെട്ടിത്തൂങ്ങി ചാകുന്നതിൻ്റെ ഒരു സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എഴുന്നേറ്റിട്ട് അയ്യോ ഇത് നമ്മുടെ ചന്ദ്രമതിയല്ല ശ്രുതിയല്ലേ, ശ്രുതി എന്തെയും കാണിക്കുന്നത്, അയ്യോ ശ്രുതി കെട്ടിത്തൂങ്ങി ചാകുമെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്ന് തോന്നുന്നു. ഇപ്പം എനിക്ക് എന്നെ ഒരു നിലനിൽപ്പില്ലല്ലോ, ഇപ്പം അവൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തേ ചെയ്യണ്ടേ എന്നൊക്കെ ആലോചിച്ച് എന്താണ് അതായത് ചന്ദ്രമതി പറഞ്ഞ കാര്യം വിളിച്ച് ശ്രുതിയോട് പറയാം, അല്ലെങ്കിൽ പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല, അവൾ എന്തെങ്കിലും കാണിച്ചോട്ടെ, അവളെന്ത് വെള്ളം കാണിച്ചോട്ടെ, അവളുടെ രീതിയിൽ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോട്ടെ. ഇപ്പം പക്ഷേ അവൾ പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ അവൾ കെട്ടിത്തൂങ്ങി ഇവിടെ വന്ന് കെട്ടിത്തൂങ്ങി ചാത്ത് കഴിഞ്ഞ് പിന്നെ ആരും സമാധാനം പറയും, പിന്നെ എനിക്ക് എൻ്റെ സമാധാനം പോവും എന്നൊക്കെയുള്ള രീതി പറഞ്ഞിട്ട് പെട്ടെന്ന് ശ്രുതിയെ വിളിക്കണം. ശ്രുതി ഇന്ന പോലെയാണ്, ചന്ദ്രമതി ഇവിടെ വന്ന് പറഞ്ഞു നിങ്ങളെ തമ്മിൽ വേർപിരിപ്പിക്കാൻ വേണ്ടി ഡൈവേഴ്സ് മേടിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്, നീ എന്തെങ്കിലും തീരുമാനം എടുക്കും, പിന്നെ എൻ്റെ പേര് പറയരുത് മോളെ എന്നൊക്കെ പറയണം. ഇത് കേട്ടറിഞ്ഞ ഞെട്ടിത്തെറിച്ച് നിൽക്കുമോ, ആൻറ്റി സമ്മതിക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ അത് സമ്മതിച്ചു കൊടുക്കത്തില്ല, ശ്രുതിക്ക് എന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടെങ്കിൽ പറയട്ടെ, പക്ഷേ ആൻറ്റിയൊക്കെ എന്തിനാണ്, ചന്ദ്രമതി ആൻറ്റി എന്തിനാണ് ഇതിൻ്റെ അകത്ത് ഇടപെടുന്നതെന്നൊക്കെ ഉള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പെട്ടെന്ന് കോള് കട്ട് ചെയ്തിട്ട് നേരെ ഷോറൂമിലേക്ക് പോവുക നമ്മുടെ ശ്രുതി. എന്നിട്ട് നേരെ വിളിക്കുക, ശ്രുതി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, നീ എന്നെ ഡൈവേഴ്സ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. നീ എന്ത് മണ്ടത്തരം പറ, നീ എന്നെ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിക്കുക. അല്ല നീ ഇവിടെ കയറിപ്പോരും, നീ ഇറങ്ങ്, നിന്നെ എനിക്ക് ഇഷ്ടമല്ല, നിനക്ക് ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നത്, നിനക്ക് എന്നോട് വെറുപ്പ് കാണും ശ്രുതി, പക്ഷേ എന്നെ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. അത് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഡൈവോഴ്സിന് കാര്യങ്ങൾക്കൊന്നും പോയില്ല, നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. ഉടനെ പറയുക ശ്രുതി പറയുക, അല്ല അത് ഞാൻ അറിഞ്ഞ് നിങ്ങളുടെ അന്ന് ശ്രുതി പോയില്ലെങ്കിൽ ശ്രുതിയുടെ അമ്മയായിരിക്കും പോയത്, വക്കീലിനൊക്കെ പോയി കണ്ടിട്ടുണ്ട്, എത്രയും വേഗം ഡൈവോഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ശ്രുതി ഇങ്ങനെ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാൻ ശ്രുതിനെയും കൊല്ലും, ഞാനും ചാകും, എനിക്ക് ശ്രുതിയില്ല അത് പറ്റത്തില്ല, ഞാൻ ജീവനോട് ഇരിക്കത്തില്ല, ശ്രുതിയോടെ മാത്രം ഞാൻ ജീവിക്കത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ആണോ, ഞാൻ ഞാൻ നോക്കട്ടെ, ശ്രുതിയുടെ പണി നോക്കിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എൻ്റെ സമനില നിർത്തിയെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞു വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ കയറി വരുമ്പോഴത്തേക്ക് ചന്ദ്രമതി കാണുന്നുണ്ട്. എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക്, എടാ ഇതൊരു കൂട്ടുകുടുംബമല്ലേ, ഇവിടെ നിന്ന് കാര്യം തന്നെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് രവീന്ദ്രൻ ചോദിക്കണം, അണ്ണേ അതല്ലേലും അങ്ങനെയല്ലേ അച്ഛാ, അവരെ എപ്പോഴും രഹസ്യങ്ങൾ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ് ഒക്കെ നടന്ന ആൾക്കാരല്ലേ എന്നുള്ള രീതി സച്ചി പറയുന്നുണ്ട്. എടാ നീ മിണ്ടായിരിക്കും, നിന്നെക്കുറിച്ച് വല്ലതും പറയണോ, കാരണം എന്താ പറയുക, നിങ്ങളും രഹസ്യങ്ങളും നടത്താറില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അത് ഞങ്ങൾ നടത്താറൊന്നുമില്ലെന്ന് പറയുമ്പോൾ, അവൻ എൻ്റെ മകനാണ്, അവൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് വിളിക്കുന്നത്, ഞാൻ പോയി സംസാരിക്കും എന്നുള്ള രീതിയിൽ ചന്ദ്രമതി പറയണ, ഇതൊരു കൂട്ടുകുടുംബമല്ലേ, ഇതിൻ്റെ അകത്ത് എന്ത് രഹസ്യം ഇരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ രവീന്ദ്രനും സച്ചി മാറി ചോദിക്കുമ്പോഴത്തേക്ക്, അപ്പം ശ്രുതി ചോദിക്കുകയാണ്, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മ വക്കീലിനെ കാണാൻ പോയോ എന്ന് ചോദിക്കുക, ഡൈവോഴ്സ് മേടിക്കാൻ വേണ്ടി വക്കീലിനെ കാണാൻ പോയെന്ന് ചോദിക്കുക. അതായത് അങ്ങനെ വെപ്പ വെച്ചുകൊണ്ടിരിക്കുക. അത് എന്നോട് ചോദിക്കാതെ എന്തിനാ ഇതിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ച് എന്നുള്ള രീതി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനോടെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം ഓരോ ദിവസത്തെ വിശേഷങ്ങൾ. അതിനാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.